അടുത്ത് നമുക്ക് വരുന്നത് ഹുണ്ടായ് ഇയോൺ ആണ്. ഇത് 1000 cc വണ്ടിയാണ്. ഏത് വർഷം? 2018 മോഡൽ, 2 ഇയർ വാറണ്ടി വരുന്ന വണ്ടിയാണ്. ഫോർഡ് ഫിയസ്റ്റ 2012 മോഡൽ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. ഡീസൽ 2014 മോഡൽ പോളോ ഹൈലൈനാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. എന്ത് ഓടിയിട്ടുണ്ട്? 51,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 2013 മോഡൽ 2.5 ആണ് വേരിയൻ്റ് വരുന്നത്. ZLX. ഓണർഷിപ്പ് എത്ര? അത്യാവശ്യം ടയർ ഭാഗം 4 ടയറും പുത്തൻ ടയറാണ് കിടക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് കൊട്ടാരക്കരയാണ് കേട്ടോ. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് വന്നേക്കുന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരമൊക്കെ പോകുന്ന വഴിക്ക് കരിക്കം എന്ന് പറയുന്ന ഭാഗത്ത് എഴുത്താണി റെസ്റ്റോറൻറ്റ് നേരെ ഓപ്പോസിറ്റ് കാണുന്ന കാർ ആൻഡ് ബൈക്ക് എന്ന് പറയുന്ന ഷോപ്പിലാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാർ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്ന എടുക്കാൻ കൊള്ളാവുന്ന നല്ല വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. അതേപോലെ ഇപ്പോൾ ഇവിടെ കാർ മേള നടക്കുകയാണ്. അതിനോടകം തന്നെ നല്ല വണ്ടികളും കിടപ്പുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക്, ചെറുതും വലുതുമായ വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ആരും മിസ് ചെയ്യരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. വാഗണർ VXi ആണിത്. 2011 മോഡലാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഫസ്റ്റ് ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? 60,000 കിലോമീറ്റർ. 60. ടയേഴ്സ് അത്യാവശ്യം കൊള്ളാവുന്ന ടയർ കിടപ്പുണ്ട്. വണ്ടിക്ക് അകത്തോട്ട് നോക്കിയാലും നല്ല സീറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകവും നല്ല വൃത്തിയാണ്. ഫോർഡ് പവർ വിൻഡോസ്, വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്ന മോഡലാണ്. എത്ര ചോദിക്കുന്നത്? 2.35 ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, ടയേഴ്സൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. വേറെ പറയത്തക്ക അപാകതകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരു ബോഡി വേസിലൊക്കെ വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. 2014 മോഡൽ പോളോ ഹൈലൈനാണ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. എന്ത് ഓടിയിട്ടുണ്ട്? 51,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 51. പോളോ ഒക്കെ എടുത്ത ഒരാൾ 51 നിർത്തുമോ? ഇതധികം അവർ വലിയതായിട്ട് യൂസ് ചെയ്ത് കാണത്തില്ല. ഇത് പെട്രോളാ ഡീസലാ? ഇത് പെട്രോളാണ്. അപ്പം മൈലേജ് എങ്ങനെയായിരിക്കും? അത്യാവശ്യം ഒരു 14-15 കൂടി പോയി 16. അല്ല, പവറാണ് വണ്ടി. അതൊക്കെ അതിൻ്റെ ഇന്ത്യയിലെല്ലാം പ്രത്യേക സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ്. വൃത്തിയായിട്ട് വർക്ക് ചെയ്തിട്ടേക്കാണ്. ടയേഴ്സൊക്കെ കൊള്ളാം. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഇല്ല. ഈ സ്പോയിലർ മാത്രം ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഇത് ബ്ലാക്ക് പ്രത്യേകം ചെയ്തതാണ്. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്നത് 4.25 ആ റേറ്റ് നെഗോഷ്യബിൾ ആണ്. നെഗോഷിയേഷൻ ഉണ്ട്. നമുക്ക് ഫിനാൻസ് ഇടുവാണെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ വണ്ടി ഇറക്കാം. പെട്രോൾ വണ്ടി അല്ലേ? പെട്രോൾ വണ്ടിയാണ്. ഹുണ്ടായ് i20 2017 മോഡൽ. ഫസ്റ്റ് ഓണർ, 60,000 കിലോമീറ്റർ. 470 ആണ് വണ്ടിക്ക് ചോദിക്കുന്ന വില. 470. ഇത് ഡീസലാ പെട്രോളാ? പെട്രോൾ. മൈലേജ് പറയാൻ പറ്റുമോ? മൈലേജ് പറയാമല്ലോ. എത്രയാണ്? 17 കിട്ടും. പെട്രോൾ അല്ലേ? അത്രയും കിട്ടുമോ? കിട്ടും. ഓക്കെ. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് AC വെൻ്റൊക്കെ വരുന്ന മോഡലാണ്. അത്യാവശ്യം ടയർ ഭാഗമുണ്ട്. അപാകതകൾ പറയാൻ? അപാകതകൾ ഒന്നുമില്ല. നമുക്കിപ്പോൾ ഓക്കെ. എത്ര ചോദിച്ചത്? 470. വണ്ടിക്ക് എങ്ങനെയായാലും റീപെയിന്റ് വരുമല്ലോ. റീപ്ലേസ്മെന്റ് എന്തുവാലും ഇല്ല, റീപെയിന്റിംഗ് ഉണ്ട്. ജീപ്പ് കോമ്പസ് ഓട്ടോമാറ്റിക് 2020 മോഡൽ. 57,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. 2 ഇയർ വാറണ്ടി വണ്ടിക്ക് അവൈലബിൾ ആണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് ആണ്. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ ആണ് വണ്ടി. ഓക്കെ. മൈലേജ് എന്തോ കിട്ടും? ഒരു 12-13. ഇത് ഫുൾ ഓപ്ഷൻ ആണോ? ഇത് ഫുൾ ഓപ്ഷൻ ആണ്. ഓട്ടോമാറ്റിക് ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും വണ്ടിക്കില്ല. ടയേഴ്സൊക്കെ അത്യാവശ്യം കൊള്ളാം, നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദ്യം? എത്ര? 12.95 ആ റേഞ്ച് വരും. ഇത് നെഗോഷിയേഷൻ ഉള്ള നെഗോഷ്യബിൾ ആണ്. അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള ഒരാൾക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ വണ്ടി ഇറക്കാം. ഡസ്റ്റർ 2017 മോഡൽ. ഫസ്റ്റ് ഓണർഷിപ്പിലുള്ള വണ്ടി. 1,00,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. ഡീസലാണ്. വണ്ടിക്ക് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. 1,00,000 കഴിഞ്ഞില്ലല്ലോ? 1,00,000 അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. അല്ല, ടൈമിംഗ് ചെയ്യേണ്ട കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചേ.
ടൈമിംഗ് ചെയ്യും മാറ്റിയോ മാറേണ്ട സമയമായോ എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചു. മേജർ സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. കഴിഞ്ഞ വണ്ടിയാണ്. ഓക്കെ, വണ്ടിക്ക് അകം പക്ഷേ കൊള്ളാം കേട്ടോ, നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. ഈ 1,00,000 കോടി എന്ന് പറഞ്ഞാലും വണ്ടി കാണാൻ വൃത്തിയുണ്ട്. സീറ്റ് കവറായിട്ടങ്ങ് ചെയ്തിട്ടില്ല, നോർമൽ തന്നെ കിടക്കണേ. ബാക്ക് ടയർ ആവറേജ് താഴെയാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര സർവീസ് ഉള്ള വണ്ടിയാണ്. ചോദിക്കുന്നത് എങ്ങനെ? ഇത് 595 വില ചോദിക്കുന്നത്. അത്യാവശ്യം പ്രൊഫൈലുള്ള ഒരാൾക്ക് അവർ 50 രൂപ എടുത്താലും വണ്ടി ഇറക്കാൻ പറ്റും. ഇത് പെട്രോളോ ഡീസലോ? ഡീസൽ. അടുത്തത് നമുക്ക് വരുന്നത് ബൊലേറോ നിയോ ആണ്. 2022 മോഡലാണ് വണ്ടി. ഫസ്റ്റ് ഓണറാണ് വണ്ടിക്ക്. ഫസ്റ്റ് ഓണർ വണ്ടി. 42,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണോ? ജെനുവിൻ കിലോമീറ്റർ. നമുക്ക് അതിനകത്തൊന്നും മാറ്റം വരുത്താൻ പറ്റത്തില്ല, കാരണം നമ്മുടെ മഹേന്ദ്ര തന്നെ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇല്ല, ഈ വണ്ടികളുടെയും സീറ്റൊക്കെ നോർമൽ തന്നെയാണ്, വന്ന സമയത്തുള്ള പോലെ തന്നെ കിടക്കുകയാണ്, പ്രത്യേകം ചെയ്തിട്ടില്ല. ടയേഴ്സൊക്കെ ഉണ്ട്, നല്ല ടയേഴ്സാണ്, നല്ല വീൽസൊക്കെ കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 845 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ് റേറ്റ്. അത്യാവശ്യം പ്രൊഫൈലൊക്കെ ഉള്ള ഒരാൾക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാം. അടുത്ത് നമുക്ക് വരുന്നത് ഹോണ്ട അമേസ് ആണ്. 2018 മോഡൽ വണ്ടി. ഓണർഷിപ്പ് എത്ര? ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. 53,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നമുക്കൊരു 2 ഇയർ വാറണ്ടി വരുന്ന വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ ഒന്നുമില്ല വണ്ടിക്ക്. കമ്പനി സർവീസാണ് വണ്ടി. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ വണ്ടി കാണാനും കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ടയേഴ്സൊക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. പെട്രോളാണ്. എത്ര ചോദിക്കുന്നത്? ഇത് ആസ്കിംഗ് പ്രൈസ് 5,85,000. നെഗോഷ്യബിൾ ആണ് റേറ്റ്. താല്പര്യമുള്ളവർ വിളിച്ചു ചോദിക്കുക. അതെ, വിലയിൽ അത്യാവശ്യം വ്യത്യാസം വരില്ലേ? നെഗോഷ്യബിൾ പിന്നെ തീർച്ചയായിട്ടും വരും. അടുത്ത് നമുക്ക് വരുന്നത് ഹുണ്ടായ് ഇയോൺ ആണ്. ഇത് 1000 cc വണ്ടിയാണ്. ഏത് വർഷമാണ്? 2018 മോഡൽ. 2 ഇയർ വാറണ്ടി വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡാണ്. 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹിസ്റ്ററിയൊക്കെ ഉണ്ടാവും. അത്യാവശ്യം സർവീസ് ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടിയാണ്. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ടയേഴ്സ് കൊള്ളാം, കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെൻറ്റിൽ ആക്സിഡൻ്റ് ഒന്നുമില്ല. ഏകദേശം എത്ര വരും? ഈ ഒരു 2,95 അടുപ്പിച്ച് വരും. ആ റേറ്റൊക്കെ നെഗോഷ്യബിൾ ആണ്. അത്യാവശ്യം 10-30 രൂപ കൊടുക്കുകയാണെങ്കിലും ഡൗൺ പേയ്മെൻറ്റ് ഇട്ടാലും നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഇത് അടുത്ത നമ്മുടെ വണ്ടി ആൾട്ടോ കേട്ടൺ ഓട്ടോമാറ്റിക്കാണ് വണ്ടി. 2023 മോഡൽ. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ. റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. 20,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ വണ്ടി. ലോ കിലോമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ വണ്ടിക്കകവും കാണാൻ നല്ല പുത്തം പോലെ ഇരിപ്പുണ്ട്. വേറെ അപാകതകളോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ടയേഴ്സൊക്കെ ഫസ്റ്റ് ടയർ തന്നെ. 4,85 സെല്ലിംഗ് പ്രൈസ് ഇട്ടേക്കുന്നത്. വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട്. ഇത് ഫുൾ ഓൺ കയറുന്ന വണ്ടിയാണോ? ഫുൾ ഓൺ കയറുന്ന വണ്ടിയാണ്. ആണോ? നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ ഫുൾ ഓണിലും കയറും. 2017 മോഡൽ. ഫസ്റ്റ് ഓണർ. ഒരു 96,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. 96. ഫസ്റ്റ് ഓണർ. VXI ആണ്. അലോയ് വീലെല്ലാം ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ റീപ്ലേസ് വണ്ടികളൊക്കെ എവിടെ പോയെന്നാ? എല്ലാ വണ്ടിക്കുണ്ട്. എടേ, ഈ നാട്ടിൽ ഇടിക്കുന്ന വണ്ടികളൊക്കെ എവിടെ പോയെന്നാ? ഒരു യൂസ്ഡ് കടയിൽ പോയാലും റീപ്ലേസ് വണ്ടി ഇല്ല. ഇനി ഇതൊക്കെ എവിടെ പോയടേ? വേണ്ട. ടയേഴ്സൊക്കെ നല്ല ടയേഴ്സ് കിടക്കുന്നത്. റീപ്ലേസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. എത്ര ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്നത് 3,90 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ് റേറ്റ്. 93 ഓടിയെന്നല്ലേ പറഞ്ഞേ? 96 അടുപ്പിച്ച് ഓടിയ വണ്ടിയാണ്. പക്ഷേ വണ്ടിയുടെ അത്യാവശ്യം സർവീസും കാര്യങ്ങളെല്ലാം പക്കയാണ്. ക്വാളിറ്റി വെച്ചിട്ടാണ്. ക്വാളിറ്റി പക്ക ക്വാളിറ്റി വണ്ടിയാണ്. എഞ്ചിനൊക്കെ ഇപ്പോഴും നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. അടുത്ത വരുന്ന ഓൾട്ടോ 800. 2022 മോഡൽ വണ്ടിയാണ്. ഫസ്റ്റ് ഓണർഷിപ്പ്. 47,000 കിലോമീറ്ററേ വണ്ടി ഓടിയിട്ടുള്ളൂ. 44 കിലോമീറ്റർ. ജെനുവിനാണ്. 2 ഡോർ പവർ വിൻഡോസ് അല്ലേ? 2 ഡോർ പവർ വിൻഡോസ്. ബാക്കിൽ രണ്ടും മാനുവൽ വരും. വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയാണ്. VXI ആണ് വണ്ടി. നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്.
വേറെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ. ഇല്ല, വണ്ടിക്ക് ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നും. ഓ, ബിലാലിൻ്റെ വണ്ടിയാണല്ലേ. ആ ഓക്കെ, എത്ര ചോദ്യം എത്ര ചോദിക്കുന്നത്? 380. 380. 2022 മോഡൽ 380. ഇത് റെനൾട്ട് കിഡ് ഓട്ടോമാറ്റിക്കാണ് വണ്ടി. 2018 മോഡലാണ്. ഫസ്റ്റ് ഓണർ 60,000 കിലോമീറ്ററേ വണ്ടി ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ. 2018 അല്ലേ? 18 മോഡൽ. കിലോമീറ്ററൊക്കെ ജെന്യൂനാണേ? കിലോമീറ്ററൊക്കെ ജെന്യൂനാ. ടച്ച് സ്ക്രീനൊക്കെ ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഐഫോൺ എടുത്ത് ഒട്ടിച്ച് വെച്ചേക്കുന്നു. ഐഫോണിൻ്റെ സ്റ്റിക്കർ. 1000 cc വണ്ടിയാണ്. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും പറയത്തക്ക റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല വണ്ടി. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയറുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 335 ചോദിക്കുന്നത്. 3,35,000. അത്യാവശ്യം നെഗോഷ്യബിൾ ആണ് റേറ്റ്. ഫിനാൻസ് ഇടാനാണെങ്കിലും റെഡി എടുക്കാനാണെങ്കിലും റേറ്റ് അത്യാവശ്യം താഴും. മാരുതി സെലേറിയോ ZSI+ ആണ് വണ്ടി. ടോപ്പ് വേരിയൻ്റ് ആണ്. ടോപ്പ് വേരിയൻ്റ്. ഫസ്റ്റ് ഓണർ. 10,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 10? വെറും 10,000 കിലോമീറ്റർ ഓടി. അപ്പോൾ പുത്തൻ വണ്ടി. പുത്തൻ വണ്ടി. 22 മോഡൽ. സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ വരുന്ന മോഡലാണ്. മാനുവലാണ്. സീറ്റ് കവർ ചെയ്തില്ല എന്നുള്ളതാണ്. പക്ഷേ ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ ഇരിപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഫസ്റ്റ് ടയർ. ചോദ്യം എത്ര? 2 വർഷം വാറണ്ടി ഉണ്ട് അതിന്? 2 ഇയർ വാറണ്ടി വരുന്നുണ്ട്. ഓക്കെ, ചോദ്യം എത്ര? ഓൾറെഡി മാരുതിയുടെ വാറണ്ടി കാണും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ കാർ ആൻഡ് ബൈക്ക് എന്നുള്ള ഞങ്ങളുടെ സർട്ടിഫിക്കേഷൻ കിട്ടിയ വണ്ടി ആയതുകൊണ്ട് ഞങ്ങളൊരു വാറണ്ടി ഇട്ടിട്ടുണ്ട്. വാറണ്ടി കട്ട് ചെയ്തും എടുക്കാം. അപ്പം വാറണ്ടി വേണ്ടെങ്കിൽ ആ വാറണ്ടി വേണ്ടെന്ന് വെച്ചോ. വാറണ്ടി കട്ട് ചെയ്യുവാണെങ്കിൽ ആ പേയ്മെൻറ്റ് കുറയും. ഓക്കെ, എത്ര ചോദിക്കുന്നത്? 630. ഫോർഡ് ഫിയസ്റ്റ 2012 മോഡൽ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. ഡീസൽ. 1 ലക്ഷം അടുപ്പിച്ച് ഓടിയിട്ടുണ്ട് വണ്ടി. മേജർ സർവീസ് എല്ലാം കഴിഞ്ഞതാണ് വണ്ടിയുടെ. ചോദിക്കുന്ന പ്രൈസ് 150. ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് പ്രൈസ് അല്ല, നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ആക്കാം. എന്തെങ്കിലും കൂടി കുറയും. വണ്ടി ഇതെന്താ ഇവിടുത്തെ ഇളകി പോയോ? അത് നമ്മൾ ചെയ്തു വയ്ക്കും. ഓക്കെ, സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല. ഒരു വണ്ടി കൊള്ളാം. ബോഡി വേറെ റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ചെറിയ ടച്ചപ്പ് വർക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതല്ലേ, അല്ലാതെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, 150. ഇതിന്റെ പേപ്പർ വർക്കൊക്കെ ഇനി പേപ്പർ ഭാഗം എല്ലാം ക്ലിയർ ആണ്. എത്ര നാളും കൂടി ഉണ്ട്? എത്ര നാളുണ്ട് ഇനി? 2012 ആകുമ്പം ഇനിയിപ്പോൾ ഒരു 12 27 വരെ അല്ലേ? 27-28 ആ റേഞ്ച് ഉണ്ട്. 2013 മോഡൽ 2.5 ആണ് വേരിയൻ്റ് വരുന്നത്. ZLX. ഓണർഷിപ്പ് എത്ര? അത്യാവശ്യം ടയർ ഭാഗം 4 ടയറും പുത്തൻ ടയറാണ് കിടക്കുന്നത്. ബാറ്ററി പുതിയതാണ് വണ്ടിയുടെ. എന്ത് ഓടിയിട്ടുണ്ട്? 1,60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. മേജർ സർവീസ് എല്ലാം കഴിഞ്ഞാണ് വണ്ടിയുടെ. M2 DI സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി. റീപ്ലേസ്മെൻ്റ് ആയിട്ടൊന്നുമില്ല. ഉറപ്പാണ്. പിന്നെ ചെറിയ വണ്ടിയുടെ പഴക്കത്തിൽ ചെറിയ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡെലിവറിക്ക് മുമ്പ് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. ടച്ച് ആൻഡ് പോളിഷ് അല്ലേ? നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും. ഓക്കെ, എത്ര ചോദ്യം? എത്ര ചോദിക്കുന്നത്? 450 ആണ്. നമ്മളൊരു 425 വരെ കുറയും. 2015 മോഡൽ എറ്റിയോസ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ് ആയിട്ടല്ല, ചെറിയ ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ വന്നിട്ടുണ്ട് വണ്ടിക്ക്. റീപ്ലേസ്മെൻ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. സീറ്റ് കവർ അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. ഫോർഡ് പവർ വിൻഡോസ് ആണ്. ചോദിക്കുന്നത് എത്രയാ? ചോദിക്കുന്നത് 435. നമുക്കതൊരു 420 റേഞ്ചിലൊക്കെ എടുക്കാം. പിന്നെ നല്ല പ്രൊഫൈലാണെങ്കിൽ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിലും വണ്ടി ഇറക്കാം. വണ്ടിക്ക് വേറെ പാകപ്പഴകളൊന്നും കാണുന്നില്ല. വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അത്യാവശ്യം എഞ്ചിനൊക്കെ പക്കാ നീറ്റ് വണ്ടി. കിയ സോനറ്റ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 38,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഏതാ മോഡൽ? 2020 മോഡൽ. 2020. റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ല.
കമ്പനി സർവീസാണ് വണ്ടിക്ക്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. അതെ, നല്ല സീറ്റ് കവറും ചെയ്തിട്ടുണ്ട്. വണ്ടി കാണാനൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇത് എന്ത് ഓടിയെന്നാ പറഞ്ഞത്? ഇത് ഓടിക്കുന്നത് 38,000 കിലോമീറ്റർ. 38. ഇപ്പോൾ ഫസ്റ്റ് ടയർ തന്നെ അല്ലേ? അതെ. ഓക്കെ. എത്ര ചോദ്യം? ഇത് ചോദിക്കുന്നത് 720 ചോദിക്കുന്നത്. നമുക്കൊരു 7-നകത്ത് ഒതുക്കാം. ഇത് പെട്രോൾ അല്ലേ? അതെ. ഇത് മൈലേജ് ഒക്കെ എങ്ങനെ ആയിരിക്കും? ഒരു 16-17 ആ റേഞ്ചാണ്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ക്വാളിറ്റി വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. വെറും 10,000 കിലോമീറ്ററും 20,000 കിലോമീറ്ററൊക്കെ മാത്രം ഓടിയ വണ്ടികളാണ് കിടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾക്ക് പുതിയ വണ്ടികളുടെ അത്രയും തന്നെ ഏകദേശം വിലയും വരും. കാരണം വലുതായിട്ട് ഓടിയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ മാർജിൻ വരുന്ന വണ്ടികളാണ്. അത്തരത്തിലുള്ള നല്ല ക്വാളിറ്റി വണ്ടികൾ എടുക്കണം. എന്നാൽ പുതിയ വണ്ടി വേണ്ട എന്നുള്ള ചിന്താഗതിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. വിശ്വസിച്ചെടുക്കാവുന്നൊരു സ്ഥാപനമാണ്. അത്രയും എനിക്കൊരു ഉറപ്പ് തരാൻ പറ്റുള്ളൂ കേട്ടോ. ആ രീതിയിൽ വിശ്വസിച്ചെടുക്കാൻ കൊള്ളാവുന്ന ഒരു സ്ഥാപനമാണ്. അത്തരത്തിലുള്ള വണ്ടികളാണ് തോനെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു നല്ല വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ. അതേപോലെ ലൈവ് ഉണ്ടേ, ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് ചെയ്യാൻ പോകുന്നത്. നമ്മളെ ഞായറാഴ്ചയുള്ള പരിപാടി. അപ്പം കഴിയുന്നതും എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. പറ്റുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. മൊബൈൽ ഷൂട്ട് ചെയ്ത പരിപാടികൾ ചെയ്യാൻ പറ്റുന്നിടത്തോളം നോക്കാം. ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലൈവ് നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ലൈവിൻ്റെ കാര്യം ഇതിനകത്തൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.